ചൂടുള്ള ചർച്ചാ വിഷയം. തമിഴകത്തിന്റെ സൂപ്പർ താരം വിജയ് ലോകമെമ്പാടും ആരാധകരുടെ മണിയേച്ച് തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ്. ഇതാണ് നമ്മളുടെ കഥയിലെ നായകൻ. ഇവനാണ് നമ്മ പറഞ്ഞ നടൻ. ശിവദാസ് എന്നാണ് പേര്. മാന്യനാണ്, സൽഗുണ സമ്പന്നനാണ്, വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. പിന്നെ ആകെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും നന്മ മാത്രം കാണും. ആരുടെയും ഒരു കുറ്റവും പറയില്ല. അതൊരു കുഴപ്പമല്ല, എന്നാലും ആകെ മൊത്തത്തിലൊരു നല്ലവനായ ഉണ്ണി സെറ്റപ്പ്. എല്ലാവരുടെയും നന്മ മാത്രം കണ്ട് അവരെ ആരാധിച്ച് നടക്കുന്നതുകൊണ്ട് നമ്മുടെ ദാസന്റെ പ്രധാന തലവേദനയായ സിദ്ധൻ പുള്ളിയെ ഭക്തൻ എന്നാണ് വിളിക്കുന്നത്. ഇതാണ് സിദ്ധൻ. പുള്ളിയെക്കുറിച്ച് പറയാനാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഒരു ഉരുക്കിളി പോയ ഐറ്റം, ഒരു സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവി. ഈ സാധനം ഒരു അഘോരിയാകാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് പുള്ളി സ്വന്തമായിട്ട് പറഞ്ഞു നടക്കുന്നത്. ഇനി കണ്ടറിയാം എന്താകും എവിടെ ആകും എന്നൊക്കെ. ഇവന്റെ പേര് പോലും ശരിക്കറിയില്ല. എവിടെ നിന്നോ വരും, എങ്ങോട്ടോ പോകും. വരുമ്പോൾ എല്ലാം ഭക്തനിട്ട് പണിയാൻ സിദ്ധം മറക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഭക്തൻ എല്ലാത്തിൻ്റെയും പോസിറ്റീവ് മാത്രം കണ്ടു നടക്കുന്നു, സിദ്ധൻ എല്ലാത്തിൻ്റെയും നെഗറ്റീവ് കാണാനാണ് നോക്കുന്നത്. ഇനി ഇതൊക്കെ പറയാൻ ഞാൻ ആരാണ് എന്ന് ചോദിച്ചാൽ, സാധാരണ പ്രതിസന്ധി ഘട്ടങ്ങളിലല്ലേ ഈ സിനിമയിലും നോവലിലും ഒക്കെ നിർണായക താരങ്ങളുടെ എൻട്രി. ഞാൻ ആരാണെന്നും എന്താണെന്നും ഒക്കെ വഴിയെ മനസ്സിലാക്കിക്കോളും. പിന്നെ കിളിപോയ കഞ്ചാവ് ഇടയ്ക്ക് കുറവാക്കുന്നതിന് മുമ്പ് നമുക്ക് തുടങ്ങിയേക്കാം. നമ്മുടെ വിഷയം അത് തന്നെയാണല്ലോ. അപ്പോ മണി കേസും ദളപതിയും വിവാദങ്ങൾ ശല്യം പറഞ്ഞു നിർത്തിയില്ല. അതിനു മുമ്പ് എത്തിയിട്ടുണ്ട് ആശ. ഇനിയിപ്പോ എല്ലാം ഓളാക്കി കൈ തരും. കഞ്ചാവെന്നും വിളിച്ചതിന്റെ വില വേറെ. ഇതൊക്കെ ഞങ്ങളെ പോലുള്ള സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികളുടെ ഓരോരോ എസെൻഷ്യൽ റിക്വയർമെന്റ്സ് ആണ്. സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികൾ എടാ, അതാരിപ്പോ ഞങ്ങളെ വേറെ ആരും ബുദ്ധിജീവികളൊന്നും വിളിക്കാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ സ്വയം ഞങ്ങളെ ബുദ്ധിജീവികളെന്നങ്ങ് വിളിക്കും. അതുകൂടാതെ പിന്നെ 4 പേര് അറിയുന്ന ഏതെങ്കിലും ഒരുത്തനെ കയറി തെറി വിളിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവന്റെ ഹേറ്റേഴ്സ് എങ്കിലും നമ്മളെ ബുദ്ധിജീവികളെന്ന് വിളിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ നമുക്ക് ആരെങ്കിലും തെറി വിളിക്കുകയും ചെയ്യാം. അവന്റെ ഹേറ്റേഴ്സ് നമ്മളെ ബുദ്ധിജീവികളെന്ന് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ കാക്കയുടെ വിശപ്പും തീരും, പശുവിന്റെ കടിയും തീരും എന്ന് പറയുന്ന ഒരു പരോപകാര സെറ്റപ്പ്. അതിൽ കൂടുതലൊന്നുമില്ല. ഐഡിയ ഒന്നും ഉണ്ട്. ഐഡിയ അത്ര മോശമൊന്നുമല്ലല്ലോ. ഇതിന്റെ രാജാന്ത്രമൊന്നുമല്ല, ഒരു മാനസിക രോഗമാണ്. ഇതിനെ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി എന്നാണ് സൈക്കോളജി പറയുന്നത്. വേഗം പോയി നല്ല വല്ല സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ്. പലപ്പോഴും ഇതിനെ അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രം ആയിട്ടും സ്റ്റോക്കിംഗ് ആയിട്ടും ഒക്കെ ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. സാധാരണ ഈ രോഗം പുരുഷന്മാരെക്കാൾ അധികം സ്ത്രീകളിലാണ് കാണുന്നത്. മറ്റുള്ളവരെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി അസ്വാഭാവികമായും പെരുമാറുന്ന ഈ രോഗത്തെ BC 1900 മുതൽ തന്നെ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫാൻസിന്റെ അടിവേടി ചൊല്ലുകയായതുകൊണ്ട് റേഞ്ചൊക്കെ ഉണ്ടോടെ അതാ ഇടയ്ക്ക് വെച്ച് നിർത്തി കണ്ടപ്പോൾ ഇറങ്ങിയോടോ. ഇതൊന്നും ടീഷർട്ടിട്ട അഗോരിയെ കണ്ടിട്ടില്ലെന്നോ? എടാ, ഈ അഗോരികൾ എന്ന് പറയുന്നവർക്ക് തലകാല ബോധം തീരെയില്ല. അവരിടുന്ന ഡ്രസ്സ് ഏതാണെന്നോ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്നോ ഒന്നിനെ കുറിച്ചും അവർ ബോധമല്ല. അതുകൊണ്ട് നീ എപ്പോഴും ഞങ്ങളെ പ്രതീക്ഷിക്കുകയും വേണ്ട. തോന്നുമ്പം വരും, പോകും. നിന്നെ പോലെ മധുരമനോജ്ഞമായ പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷത്തിലിരുന്ന് ഞങ്ങളെ പോലുള്ള ലെജൻസിന്റെ ക്ലിപ്പ് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. പിന്നെന്തായിരുന്നു ബിജോണന്റെ എടാ, ലോക്ക്ഡൌൺ ആയതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പണിയില്ലാതെ വീട്ടിൽ ചുറയിലിരിക്കുകയായിരുന്ന SS മ്യൂസിക് പേജിന്റെ അഡ്മിൻ പാനലിലെ ഏതോ ഒരു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട നോൺ ഇംഗ്ലീഷ് ടെലി സീരീസായ ലാ കാസ ഡി പേപ്പൽ എന്ന മണി ടെസ്റ്റിലെ പ്രധാന കഥാപാത്രമായ പ്രൊഫസറിന്റെ മുഖത്തിലേക്ക് നിങ്ങളുടെ ബീജുവണ്ണന്റെ നല്ല കുത്തി അടിച്ചൊരു ഫോട്ടോ മോർഫ് ചെയ്ത് കയറ്റി സോഷ്യൽ മീഡിയയിലെല്ലാം പോസ്റ്റ് ചെയ്തിട്ട് പിറ്റേന്ന് മുതൽ നിന്നെ പോലുള്ള ഭക്തന്മാരെല്ലാം സോഷ്യൽ മീഡിയ മൊത്തം നടന്ന് മെഴുകുവാനുള്ള. യഥാർത്ഥത്തില് SS മ്യൂസിക് പേജിന്റെ പ്രൊഫസറിന്റെ മുഖത്തിലേക്ക് ബിജുവിന്റെ ഫോട്ടോ മോർഫ് ചെയ്ത് കയറ്റി അങ്ങനെ ട്രോൾ ചെയ്താണെന്ന് വരെ ഞങ്ങളെ പോലെ അത്യാവശ്യം ബുദ്ധിയും വിവരമുള്ളവർക്ക് സംശയമുണ്ട്. നിങ്ങൾക്കുള്ള ഭക്തന്മാരുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇപ്പൊ എന്താ പുതിയ സംഭവം? ബിജോണനെ കണ്ടിട്ട് പ്രൊഫസറിന്റെ ലുക്കിലേക്ക് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? അങ്ങനെ ആരെങ്കിലും ഒരാളല്ല പറഞ്ഞത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നോൺ ഇംഗ്ലീഷ് സീരീസായ മണി കേസിന്റെ സംവിധായകൻ സാക്ഷാൽ അലക്സിനെയാണ് പറഞ്ഞത്. ഈ ഇടയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ ഓൺലൈൻ ഇന്റർവ്യൂവിൽ അവതാരകൻ 6 ഇന്ത്യൻ താരങ്ങളുടെ ഫോട്ടോ നൽകിയിട്ട് ഇവരിൽ ആർക്കാണ് പ്രൊഫസറുമായി കൂടുതൽ സാമ്യമുള്ളതായി താങ്കൾക്ക് തോന്നുന്നത് ചോദിച്ചപ്പോൾ അലക്സിനെ തെരഞ്ഞെടുത്തത് വിജയ് അങ്ങനെയാണ്. വിഷയത്തിൽ നിന്ന് തന്നെ മാറി പോകുന്നത് ഒരു കാര്യം കൂടി. ഒരു കാലത്ത് മതിയായ പ്രേക്ഷകരില്ലാത്തത് കാരണം നിർത്തിവെക്കേണ്ടി വന്ന ലാ കാസ ഡി പേപ്പൽ എന്ന മണി കേസ് പിന്നെ എങ്ങനെയാണ് ലോകമെമ്പാടും അറിയപ്പെടുന്ന സീരിയസ് ആയി മാറിയതിനെ പറ്റിയുള്ള ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോയി സബ്സ്ക്രൈബ് ചെയ്ത് അതുകൂടെ കണ്ടിട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് കാര്യങ്ങളുടെ പറ്റി കൂടുതൽ മനസ്സിലാവും. സോറി
KGF ആനന്ദ് കഥവായി പോലെ ഞാൻ ഒരുപാട് മുന്നോട്ട് പോയി. എന്ന കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് ബോക്സ് പൂരപ്പുറമ്പാവെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അധികം മുന്നോട്ട് പോകാതെ ഞാൻ കാര്യത്തിലോട്ട് വരാം. വിജയ്, സൂര്യ, ഷാരൂഖ് ഖാൻ, അജിത്, മഹേഷ് ബാബു, രൺവീർ സിംഗ് എന്നീ താരങ്ങളിൽ നിന്നും മണി ഹേസ്റ്റിലെ പ്രൊഫസറിനെ മറ്റുള്ള താരങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം വിജയ് പ്രൊഫസറായി ജനതയെടുത്തത്. ഹലോ, ഈ അവതാരകൻ കുറെ തമിഴ് നടന്മാരുടെ ഫോട്ടോ കാണിച്ചിട്ട് അലക്സിനോട് ചോദിക്കുകയാണ്, ഇവരിൽ നിന്നും പ്രൊഫസറായി നിങ്ങൾ ആരെയൊക്കെ തിരഞ്ഞെടുക്കും? അല്ലെങ്കിൽ ഇവരിൽ നിന്നും മണി ഹേസ്റ്റിലെ താരങ്ങളെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന അസൈൻ ചെയ്യാൻ പറയും. അപ്പം ആ കൊടുത്തിരിക്കുന്ന 6 പേരുടെ ചിത്രത്തിൽ നിന്നും വിജയോണന്റെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അലക്സിനെ പറയും, പ്രൊഫസറായിട്ട് ഞാൻ ഇയാളെ ട്രസ്റ്റ് ചെയ്യും. ഇതിലത്ര വലിയ കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാല് പ്രൊഫസറായിട്ട് വിജയെ തന്നെ അലക്സിനെ തെരഞ്ഞെടുക്കണമെന്ന പ്രീ ഇന്റൻഷനോട് കൂടി തന്നെ ആയിരുന്നു ആ അവതാരകൻ ആ ഫോട്ടോസ് കാണിച്ചത്. ആ ഫോട്ടോയിൽ കാണിച്ചിരുന്ന മറ്റ് 6 പേരാരൊക്കെയാണെന്ന് നോക്കാം. വിജയ്, സൂര്യ, അജിത്, ഷാരൂഖ് ഖാൻ, രൺവീർ, മഹേഷ് ബാബു. വിജയ് ഒഴികെ ബാക്കിയുള്ള എല്ലാത്തിന്റെയും കാഷ്വൽ ഗെറ്റപ്പാണ്. സൺഗ്ലാസ് വെച്ചതോ ക്ലീൻ ഷേവഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അത്യാവശ്യം ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലെ പിക്ചർ ആയിരുന്നു കാണിച്ചത്. പക്ഷേ വിജുവണ്ണനെ തന്നെ അലക്സിനെ പ്രൊഫസറായി തെരഞ്ഞെടുക്കണമെന്ന ഇന്റൻഷനോട് കൂടി തന്നെയാണ് അവതാരകൻ വിജുവണ്ണന്റെ ഫോട്ടോ വെച്ചത്. വിജുവണ്ണന്റെ ഫോട്ടോ വെച്ചു എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ പോലുള്ള കാഷ്വൽ ആയിട്ടുള്ള പിക്ചർ അല്ല വിജുവിന്റെ വെച്ചത്. വിജുവിന്റെ വെച്ചതെന്ന് പറഞ്ഞാൽ അയാളെ തെരി എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ, ആ തെരി എന്ന് പറയുന്ന സിനിമയിലെ നല്ലൊരു വേർഷൻ ഉണ്ടല്ലോ, ജോസഫ് കുരുവിള. ഈ ജോസഫ് കുരുവിളയുടെ ക്യാരക്ടറിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. അണ്ണൻ ആസ് യൂഷ്വൽ ചെയ്യുന്നത് പോലെ പുട്ടിയടിച്ച് തലയ്ക്ക് ചേരാത്ത ഒരു വിഗും വെച്ച് ഒരു ഇന്റലക്ച്വൽ ലുക്ക് വന്നാൽ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഈ പിക്ചറും പ്രൊഫസറിന്റെ ഒറിജിനൽ ക്യാരക്ടറും തമ്മിൽ നല്ല സാമ്യമുണ്ട്. അതായത് അത്യാവശ്യം ഇടതൂർന്ന മുടി, പിന്നെ എന്താണ് ഒരു ഇന്റലക്ച്വൽ ലുക്ക് തോന്നിക്കാനുള്ള കണ്ണടി, അത്യാവശ്യം ഓവറായിട്ടുള്ള തടിയില്ല, അത്യാവശ്യം ഒരു ഇന്റലിജന്റ് ലുക്ക് തോന്നുന്ന ഒരു ഫേസ്. അപ്പം മനസ്സിലാക്കാമല്ലോ, അല്ലാതെ ബിജോണന്റെ ഒറിജിനൽ പിക്കോ വേറെ വല്ല പിക്കോ എല്ലാം കാണിച്ചായിരുന്ന അലക്സിനെ കണ്ടം വഴി ഓടിച്ചേനെ. മതി, അടുത്ത സീസണിൽ വിജയെ പിടിച്ച് പ്രൊഫസറാക്കൊന്നുമല്ല ഞാൻ പറഞ്ഞത്. കുറച്ച് ദിവസം മുമ്പ് നിങ്ങൾ ഒരു പിക്ക് വെച്ചാൽ ട്രോളില്ലേ, അവസാനം എന്തായി? മണി ഹേസ്റ്റിലെ ഡയറക്ടറായിട്ട് മറ്റൊരു അവസരത്തിൽ പ്രൊഫസറായി വിജയെ തെരഞ്ഞെടുത്തു. അത്രയും ഞാൻ പറഞ്ഞു. നിങ്ങളൊന്ന് ലുക്ക് വെച്ചാണല്ലോ റോൾ ചെയ്ത്, ഇപ്പൊ ലുക്ക് മാത്രം വെച്ചാണെന്നാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. തൽക്കാലം ചിന്ത ചെല്ലി. ഓ ശവം നശിപ്പിച്ച്. വെറും സിദ്ധനല്ല, അഘോരി സിദ്ധൻ. ഉള്ളിന്ന് വരണം അഘോരി സിദ്ധൻ. ഓ സമ്മതിച്ചു, ഒന്ന് പോയി തരുമോ സിദ്ധ? ഞാൻ നിർത്തിക്കോട്ടെ. അവൻ നിർത്തില്ല, ഏതായാലും നമുക്ക് നിർത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതൊക്കെ തന്നെ ചെയ്യുക. ഞങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ബെല്ലൈക്കൺ അമർത്തി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ പുതിയ വിഷയമായി വീണ്ടും സംഗ്രഹിക്കുമ്പോഴേക്കും വണക്കം.